ഏതാ? അയ്യോ, അതെങ്ങനെയാ വെച്ചോണ്ട് പോന്ന്? എന്തോ അത് കാണിച്ച്. എനിക്ക് ഈ സാധനം, എനിക്ക് അച്ഛൻ്റെ കൂടെ ഒരു മാല, കൂട്ടൊരു മാല. സിൽവർ അല്ലേ അച്ചാച്ചൻ? ചെടി നടണ്ടേ? ചെടി നടണ്ടേ? വന്ന പ്രിയങ്ങളെ, ഇതൊക്കെ എന്തോന്ന് പറയാം. ഇത് ഇന്നത്തെ മനോരമ പത്രം. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മോനിക്കുട്ടൻ്റെ സ്കൂളിലെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇനി കൊണ്ടുപോയിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മൂത്താപ്പൻ്റെ റൂമിൽ വൈറ്റ് കളർ കർട്ടനെ ഇടാവുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വൈറ്റ് കളർ 2 പീസായിട്ടുള്ളതേ ഉള്ളായിരുന്നു. ഒരു ഭാഗത്തെ ജനലിനിട്ടിട്ടുണ്ട്, 2 കൂടെ മേടിച്ചതാണ്. ഇന്ന് അത് മീഷോയിൽ നിന്ന് വന്നു. പിന്നെ ഇത് അമ്മയ്ക്ക് ഇന്നൊരു റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെന്ന് പറഞ്ഞൊരു ഗോൾഡൻ യെല്ലോ കളർ ബ്ലൗസ് തന്നു വിട്ടു. ആ കളറിൽ ഒരു ബ്ലൗസ് വേണമെന്ന്. അപ്പോൾ അത് വാങ്ങിക്കാൻ ഞാൻ രാജനി കയറി. അപ്പോൾ അതെ, ഈ ടർക്കി ഒരു 4 എണ്ണം മേടിച്ച് ഇത് നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെയും മിക്സിയുടെയൊക്കെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ. എനിക്ക് അവരെയൊക്കെ ഇങ്ങനെ പുതപ്പിച്ചിരുത്തുന്നതായിരുന്നു ഇഷ്ടം. അതിനിത് മേടിച്ച്. ഒരെണ്ണത്തിന് 19 രൂപയേ ഉള്ളൂ. ഇത്രയും വലിപ്പമുണ്ട്. 4 കളർ വാങ്ങിച്ചു. ഇത് ഞാൻ അങ്ങനെയായിപ്പോയി പ്രിയങ്ങൾ, എന്ത് ചെയ്യാനാണ്. ഇത് നമുക്ക് ദേഹത്തുണ്ടെന്ന് പോലും അറിയത്തില്ല, അത്ര ഒരു മെറ്റീരിയൽ കേട്ടോ. ബനിയൻ പോലത്തെയാണ്. എനിക്ക് എപ്പോഴും അങ്ങ് തണുപ്പല്ലയോ. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം. ഫ്രോക്കിനേറ്റ് പോലെ വലിയ ഇറക്കമില്ല കേട്ടോ, എന്നാലും മുട്ടിന് താഴെ വരെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരെണ്ണം മേടിക്കണം. 297 രൂപ. 297 രൂപ ചുമ്മാ. ഇന്ന് ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഒന്നിടണം എന്ന്. ഇതും വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഹാപ്പി മാർട്ടിൽ കയറി പാല് വാങ്ങിച്ചു, ബ്രെഡ് മേടിച്ചു, ജാം മേടിച്ചു, പിന്നെന്തുവാ, അത്രയും മേടിച്ചു. പിന്നെ ഇന്ന് അടുക്കളയിൽ ചോറ് വെക്കാനുണ്ട്. അത്താഴത്തിന് ചോറ് ഇരിപ്പില്ല. അമ്മ മത്തിത്തോരൻ, പിന്നെ നാരങ്ങ വെള്ള അച്ചാറിട്ടു. പിന്നെ നമുക്ക് ഇച്ചിരി മോരുകറിയും മാങ്ങാച്ചമ്മന്തിയും മെക്കുവരട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചോറ് വെച്ചാൽ മതി. നാളെ ഇനി ആർക്കും ചോറ് കൊണ്ടുപോകണ്ട, മോനിക്കുട്ടിന് സ്കൂളില്ലല്ലോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ മിക്കവാറും കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, ഗ്രീൻ പീസ് കറിയും ഇടിയപ്പമായിരുന്നു ഇന്ന് രാവിലെ, അതും ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ചോറ് വേണമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി ചോറ് വെക്കുന്നുണ്ട്. പിന്നെന്താണ് പ്രിയങ്ങളെ, ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ? ഇല്ല, കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്, ലൈവ് വരണമെന്നും കമൻറ്റ് വായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓരോ ദിവസം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണികൾ കാണും. ഞായറാഴ്ച ഞാൻ ശ്രമിക്കാം കേട്ടോ, എൻ്റെ പ്രിയങ്ങളെ ഒന്ന് വന്ന് കണ്ട് മിണ്ടിയൊക്കെ പോരാം. കുറച്ച് സമയമൊക്കെ ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാമല്ലോ. പിന്നെ ഇന്നും അമ്മ ഓരോ സെക്ഷനിൽ ചെടികളൊക്കെ എടുത്ത് എനിക്ക് വേണ്ടിയിട്ട് വളർത്തി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു സെക്ഷൻ എടുത്തുകൊണ്ട് വന്നു. എല്ലാവരും കൊണ്ടുവരാൻ എനിക്ക് പാടാണ്. ഇന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മണ്ണിൽ കുഴിച്ച് വെക്കണം, എന്നിട്ട് കുളിക്കണം. അതിന് മുമ്പ് ചോറ് വെക്കണം. അതിനങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് അരി തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടിറങ്ങും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് മറവിയുടെ കാര്യം പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം മറക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ
ഞാൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? മോനുകുട്ടന് ഇടിയപ്പവും കൊണ്ടുപോയി. ഞാനും 2-3 ഇടിയപ്പവും കറിയൊക്കെ എടുത്ത പാത്രത്തിനകത്താക്കി എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതെല്ലാം എടുത്ത് ഞാൻ സാധാരണ ഡൈനിങ് ടേബിളെ കൊണ്ടുവെക്കും, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അപ്പോൾ ഇന്നും അതുപോലെ ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഒരുങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പോകാൻ റെഡിയായിട്ട് ബാഗ് എടുത്തപ്പോൾ ബാഗിനകത്ത് പാത്രമില്ല. ചോറ് കൊണ്ടുവരാനുള്ളത് ഡൈനിങ് ടേബിളിൽ ചെന്ന് നോക്കി, അവിടെയും കാണുന്നില്ല. ഞാൻ ഇവിടെ എല്ലാം നോക്കി പ്രിയങ്ങളെ. ഞാൻ എവിടെ കൊണ്ട് വെച്ചേക്കോലെന്നറിയാമോ? പൊതി കെട്ടി ഫ്രിഡ്ജിനകത്തോണ്ട് വെച്ചു. പിന്നെ എന്തോ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെടുത്ത് വെക്കാൻ നേരത്തെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ചോറ് പാത്രം ഫ്രിഡ്ജിൽ ഇരിക്കുന്നു. പിന്നെ അതെടുത്ത് വെച്ചോണ്ട് പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം എൻ്റെ ഓർമ്മ എത്രയും ഉണ്ടെന്നുള്ളത്. കൈയും കാലും എല്ലാം കഴിഞ്ഞ് കുളിച്ചാൽ മതി. എന്തോ ഞാൻ കേട്ടില്ല. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. കുഞ്ഞുമാവേണ്ടിരുന്നപ്പോഴോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യം ഇങ്ങനെ മറക്കണമെന്ന് എത്ര വിചാരിച്ചെന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ വായിൽ അതൊക്കെ വരും. നമ്മൾ അനുഭവിച്ചു തന്നെ അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയങ്ങളെ. അത് കേട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഒരു ടീച്ചറമ്മയുണ്ട്. ടീച്ചറമ്മയ്ക്ക് ഇവിടെ വന്നതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ടീച്ചറമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി. കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ കമൻറ്റ് കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ഭയങ്കര സങ്കടത്തിൽ എനിക്ക് വോയിസ് ഇട്ട് എൻ്റെ പ്രിയങ്ങളെ. ഞാൻ ഒരിക്കലും അങ്ങനെ ആരെയും സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. നമ്മൾ കടന്നു വന്ന വഴികൾ അറിയാതെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഓർക്കുമോ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. പിന്നെ ഒരിക്കലും അതൊന്നും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ പറഞ്ഞ് വിഷമിപ്പിക്കണമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതല്ല. നമ്മൾ ആ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് ഇടണമെന്നും വിചാരിച്ചതല്ല. പക്ഷെ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാനത് അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ ഞാൻ സമാധാനിപ്പിച്ചൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, കരയണ്ട വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ടീച്ചറമ്മ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും അത് കേട്ടിട്ട് ഒരുപാട് സങ്കടം തോന്നിയെങ്കിൽ ക്ഷമിക്കുക. ആരൊക്കെ അതിനകത്ത് കമൻറ്റ് ഇട്ടായിരുന്നു ആ സാഹചര്യമൊക്കെ കേട്ടപ്പോൾ വിഷമം വന്നു എന്ന്. അന്നത്തെ ആ കാലത്ത് നമുക്ക് ഇങ്ങനെയൊരു ഫാമിലി ഇല്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സജീവമല്ല. ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഫേസ്ബുക്കാണ്. അതിനകത്ത് അത്യാവശ്യം കുറച്ചൊക്കെ എഴുതിയിടുക അന്നത്തെ സാഹചര്യങ്ങളൊന്നും ഞാനും ദൈവവും അല്ലാതെ വേറെ അധികം ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഇടപെടുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റുണ്ട്. എൻ്റെ വേദന, എനിക്ക് വേദന വന്നു, എനിക്ക് വയ്യായ്ക വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിന് ഞാൻ ആ വേദന പകുത്തു കൊടുക്കാൻ പറ്റൂല. അന്നേരം ആ സമയത്ത് നമ്മളോട് ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ വരുന്നത് പോലും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. അത്ര വയ്യാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. അത്ര വലിയൊരു ട്രോമയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ട് പോയത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്, പ്രിയങ്ങളെ അറിയാതെ പറഞ്ഞതാണ് കേട്ടോ.
ആരും വിഷമിക്കേണ്ട. ഇപ്പം നമ്മൾ ഹാപ്പി ആണല്ലോ. ദൈവം അനുവദിച്ച് നമ്മൾ ഇനിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം തുണയ്ക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്ക് വല്ലാത്തൊരു തലവേദന കുറച്ച് നേരമായിട്ട്. ഞാൻ പറഞ്ഞൊരു കുക്കുവിന് ചെറിയൊരു വയ്യാഴി ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ച് മെഡിസിൻ എടുക്കുമായിരുന്നു. ഇന്നപ്പോൾ സ്കാനിങ്ങിന് പോയേക്കുമായിരുന്നു. അപ്പം അതിൻ്റെ കാര്യം ചോദിക്കാൻ ഞാനൊന്ന് വിളിച്ചേ. അപ്പോൾ കുറച്ച് നേരം അവളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേദന, കുറേ നേരം കൊണ്ട് കുത്തിപ്പറിക്കുന്ന പോലൊരു വേദന. അവൾക്ക് PCOD ഉണ്ട്, PCOS ഉണ്ട്. അത് നേരത്തെ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാൻ മുത്തിനെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി 20 വയസ്സാകുന്നതിന് മുമ്പായിരുന്നു. അത് അബോർഷനായതിന് ശേഷമുള്ളതാണ് മുത്ത്. അപ്പോൾ മുത്ത് ജനിച്ചു കഴിഞ്ഞ് ഒരു 7-8 വർഷത്തോളം അവൻ്റെ പുറകെ അവനായിരുന്നല്ലോ നമ്മുടെ ലോകം. അവൻ്റെ ചുറ്റിപ്പറ്റി നടക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞിനെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് PCOD ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിനുള്ള ചികിത്സ എടുത്തതുമൊക്കെ. പക്ഷെ കുക്കുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. അവളെ 19ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. ആദ്യത്തെ പ്രഗ്നൻസി അബോർഷനായി, രണ്ടാമത്തെ പ്രഗ്നൻസി അബോർഷനായി, മൂന്നാമത്തേതാണ് ജാനിക്കുട്ടി. 4ാമത്തെ ഒരു കുഞ്ഞുണ്ടായി. അപ്പോൾ ജാനിക്കുട്ടിക്ക് 2 വയസ്സാകുന്നതിന് മുമ്പേ ആയിരുന്നു അടുത്ത പ്രഗ്നൻസി. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവള് ശരിക്കും ശരീരം കൊണ്ട് അവള് നല്ല ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നെങ്കിലും അവളെ കണ്ടാൽ നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും ഏജ് അതായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവൾ ഒരുപാട് അനുഭവിച്ചു. പിന്നെ ജാനിക്കുട്ടിയുടെ അനിയത്തിയായിട്ട് വന്നത് കല്യാണിക്കുഞ്ഞാണ്. കല്യാണിക്കുഞ്ഞ് ജനിച്ചു, 6 മാസം ഞങ്ങളോടൊപ്പം കഴിഞ്ഞു. അവള് ഞങ്ങളോട് ബൈ പറഞ്ഞു പോയി. പിന്നെ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം പേടിയായിരുന്നു. ഈ 1-2 അനുഭവങ്ങളൊക്കെ, 2-3 അനുഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. അവർക്ക് 2 പേർക്കും പേടിയായിരുന്നു. ഇനിയൊരു കുഞ്ഞ് വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. എല്ലാവരും അങ്ങനെ തീരുമാനിച്ച് ഇനിയും അവളുടെ ശരീരത്തിനും ഒരു റെസ്റ്റ് കൊടുക്കാം, ഇനിയൊരു സങ്കടത്തിന് വയ്യ, അതിന് താങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ളത് അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണേലും അവളുടെ കാര്യത്തിലാണേലും അങ്ങനെ വിചാരിച്ചിരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ദാണ്ട വന്ന് കുഞ്ഞോ. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു കുഞ്ഞോടെ വരവ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു സമയം, ഈ ഒരു ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ അവൾ ഒത്തിരി ശാരീരിക അവശതകൾ അനുഭവിച്ചു. ഇപ്പം PCOD ഓൾറെഡി ഉള്ള കാര്യം ആ സമയത്ത് തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഇച്ചിരി കൂടി. അതിന് ഒരുപാട് ചികിത്സകളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം PCODയുടെ പ്രശ്നങ്ങളാണ്. അതിന് മെഡിസിൻ എടുക്കുവാണ്. ഇനിയിപ്പം ഒന്നുകൂടിയൊക്കെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് PCOD ചോറ് വാർത്തില്ല, അതാ ഞാൻ പറഞ്ഞു വാർത്തിട്ട് വിളിക്കാമേ. അപ്പം എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ PCODക്ക് വെറുതെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കരുതെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതെൻ്റെ വ്യക്തിപരമായ അനുഭവം അതായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കഴിവതും ആഹാരമൊക്കെ കൺട്രോൾ ചെയ്ത് വെയിറ്റൊക്കെ കുറച്ച് എക്സർസൈസൊക്കെ ചെയ്ത് PCOD ഒന്ന് കൺട്രോളിലാക്കാൻ ശ്രമിക്കുന്നേ ഞാൻ പറയുള്ളൂ. അല്ലെ പിന്നെ ആയുർവേദമോ ഹോമിയോയോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ശ്രമിക്കാൻ ഞാൻ പറയും. അല്ലാതെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ ഞാൻ പറയില്ല പ്രിയങ്ങളെ. എൻ്റെ അനുഭവം കൊണ്ടാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ എൻ്റെ അടുക്ക മെഡിസിൻ മേടിക്കാൻ വരുന്നവരോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സത്യമാണ് ഈ ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ കഴിക്കരുതെന്ന്. കാരണം ഞാൻ ആ ഗുളികകളൊക്കെ കഴിച്ച് ഒരുപാട് 2 വർഷത്തോളം ഞാൻ PCODയുടെ മെഡിസിൻ എടുത്തു. ഈ PCOD നോർമൽ ആകുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ പ്രഗ്നൻസി ആവുമല്ലോ. പക്ഷെ അതാവുന്നില്ല എന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറേ ഇഞ്ചക്ഷൻസും അതും ഇതും എല്ലാം എടുത്ത് ശരീരത്തിൽ മുഴുവനും ഹോർമോൺ കുത്തിവെച്ച് ഈ ഒരു രോഗം ഞാൻ വാങ്ങിച്ചെടുത്തു. പക്ഷെ അതിനകത്ത് എനിക്ക് സങ്കടമില്ല. എൻ്റെ മോനിക്കുട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണല്ലോ. എല്ലാ രോഗത്തിനും മരുന്ന് കഴിക്കണ്ടെന്നല്ല, അത്യാവശ്യത്തിന് മരുന്ന് കഴിക്കണം. ബാക്കിയൊക്കെ ഈ പറയുന്ന രോഗങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ എന്താ പറയുന്നത് ആഹാര നിയന്ത്രണത്തിലൂടെയും ഈ പറയുന്ന വ്യായാമത്തിലൂടെയൊക്കെ കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് മരുന്നും ഈ PCOD സ്റ്റോപ്പ് ചെയ്തതായിട്ടോ PCOD എടുത്ത് മാറ്റുന്ന ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്നുണ്ടോയെന്നൊന്നും എൻ്റെ അറിവിലില്ല, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇത്രയും മരുന്ന് കഴിച്ചിട്ടും എനിക്ക് PCOD ഈ ഓവറിയിലെ സിസ്റ്റ് മാറാതെ വന്നപ്പോഴാണ് ഞാൻ അവസാനം ഡോക്ടറോട് പറഞ്ഞു. ഞാൻ ആദ്യത്തെ ഈ 2.5 വർഷം ചികിത്സിച്ച് ഡോക്ടർ എടുക്കുന്ന വേറൊരു ഡോക്ടർ എടുക്ക പോയി. ആ ഡോക്ടർ വീണ്ടും എന്നോട് മെഡിസിൻ കഴിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2.5 വർഷമായിട്ട് ഈ മെഡിസിനാണ് കഴിക്കുന്നത്, എനിക്കിനി മെഡിസിൻ കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഓവറിക്കകത്തെ സിസ്റ്റ് ലാപ്രോസ്കോപ്പി വഴി കരിച്ചു കളഞ്ഞു. അതിനുശേഷമാണ്
മോനിക്കുട്ടനെ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല. ചിലർക്ക് ചിലപ്പം കുറച്ച് മരുന്നൊക്കെ കഴിക്കുമ്പോൾ മാറുമായിരിക്കും. എല്ലാവരുടെയും കാര്യം അറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാനങ്ങനെ പറയാറുണ്ട്. മോനുകുട്ടന് വിശക്കുന്നെന്നും പറഞ്ഞ് മോനുകുട്ടൻ 2 ഇടിയപ്പം ഇരുന്നെടുത്ത് കഴിച്ച്. ഇനി നമുക്ക് ചോറുണ്ടാം കേട്ടോ. എനിക്കും വിശക്കുന്നു, തലയ്ക്കകത്ത് പെരുക്കുന്നു പ്രിയങ്ങളെ. നമുക്ക് ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടക്കണ്ടേ. അപ്പോഴത്തെ അടുപ്പിൽ വേണമെങ്കിൽ ചോറ് വാർക്കാം. എനിക്കിതാ എളുപ്പം കേട്ടോ. കഞ്ഞിവെള്ളം വെച്ചേക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ കറിവേപ്പിന് ഒഴിക്കാനായിട്ടോ. ഇത് തണുത്തിട്ട് നാളെ ഇത് കട്ടയാവത്തില്ല. ആ കട്ടയാവുന്നത് കൊണ്ട് ഒഴിച്ചാൽ കറിവേപ്പ് നല്ലപോലെ വളരുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് കഞ്ഞിവെള്ളം കളയുന്നില്ല. ആരൊക്കെയോ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ കമന്റ് ഇട്ട് പാത്രങ്ങളെല്ലാം ഒതുക്കണമെന്നുള്ളത് കേട്ടോ. പാത്രങ്ങൾ ഈ ഒരു സ്റ്റാൻഡേ ഉള്ളു, ബാക്കിയെല്ലാം ഞാൻ എടുത്ത് മാറ്റി ഇവിടുന്നു കേട്ടോ. ഇനി കുറച്ചുകൂടെ ഒതുക്കാനുണ്ട്. അതിനൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഇരിക്കുന്ന ഈ എന്തുവാ വെളിച്ചെണ്ണ, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ അടുക്കി വെക്കാൻ ഒരു കുഞ്ഞ് സ്റ്റാൻഡ്, അത് ഒതുക്കി വെച്ചാലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ അത് അങ്ങനെ വെച്ചേക്കുന്നത്. ബാക്കി പാത്രങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് മാറ്റിയേ. പിന്നെ ഈ സ്റ്റാൻഡ് ഇവിടെ ഫിക്സ് ചെയ്താൽ പാത്രം കഴുകി വെക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഫിക്സ് ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ കാരണം ഓൾറെഡി ഇവിടുന്ന് വെള്ളം വീണ് ഇവിടുത്തെ ജനല് ഇങ്ങനെ കമ്പി ഉൾപ്പെടെ ചെതുക്കിച്ച് പോയേക്കോ. നമ്മളതെല്ലാം ഒരുമാതിരി അവര് എല്ലാം ഇട്ട് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് പെയിൻ്റൊക്കെ അടിച്ച് ഒരുമാതിരി ലെവലിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ പാത്രത്തിൽ നിന്ന് വെള്ളം വാർന്ന് അത് ജനല് ബാക്കി കൂടെ ഡാമേജ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വെക്കാഞ്ഞത് കേട്ടോ. അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ പുതുക്കിയെടുത്ത ഒരു വീടാണ് ഇത്. അവർ താമസിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീടാണ്. നമ്മളത് പുതുക്കിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇടിയപ്പം നിന്നോണ്ട് അധികം ചോറൊന്നും കഴിക്കത്തില്ല. എന്നാ കറികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. തവി എടുത്തു വരട്ടെ. മോനെ ഏതാണ്ട് പറയണോ? ഹലോ, എന്താ നീ വിളിച്ചായിരുന്നു. കഴിക്കാം. ഇന്ന് മോനിക്കുട്ടൻ ചോറുണ്ണാൻ പോവാണ് എന്ന് പറഞ്ഞില്ല. മോനിക്കുട്ടൻ ഞാൻ കഴിച്ചു. ഞാൻ മാമിയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഇനിയിപ്പം ഞാൻ പറയാം, നമുക്ക് കഴിക്കാം. ചോറും മത്തിത്തോരൻ, മാങ്ങാച്ചമ്മന്തി. അത് വേണ്ട, വേറെ വേണം. ഇത് ഇന്ന് അമ്മ ഇട്ടതാണ്, നാരങ്ങാച്ചാറ്, വെള്ള നാരങ്ങ കേട്ടോ. ചുമ്മാ ഒരു ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ സ്നേഹം, സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. വീഡിയോ ഫുള്ള് കാണണം. ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്യണം. എന്നാലേ നമുക്ക് ഉഷാറായിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം പ്രിയങ്ങളെ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.